നമുക്കിപ്പോൾ ഒരു പാട്ട് പാടണം. പക്ഷെ ആ പാട്ടിന്റെ കരോക്കെ എവിടുന്നും കിട്ടുന്നില്ല. യൂട്യൂബിലൊന്നും നോക്കിയിട്ട് കരോക്കെ കിട്ടുന്നില്ല. പാട്ട് കിട്ടുന്നുണ്ട്. പാട്ട് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടിന്റെ കരോക്കെ, ആ പാട്ടിന്ന് കരോക്കെ മാത്രം വേർതിരിച്ചിങ്ങെടുക്കണം. അല്ലെങ്കിൽ ഒരു ഓഡിയോയിലുള്ള മ്യൂസിക് വേറെ, വോയിസ് വേറെ ആക്കി വേർതിരിച്ചെടുക്കണം. അതിനെന്താ ചെയ്യുക? അതിനെപ്പറ്റിയുള്ള 1-2 വീഡിയോ നമ്മൾ ചെയ്തിക്കട്ടോ. എന്നാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഓഡിയോയിലുള്ള മ്യൂസിക് വേറെ, വോയിസ് വേറെ ആയിട്ട് വേർതിരിച്ചെടുക്കുന്ന ഒരു കരോക്കെ ഒക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മോയ്സസ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോർ മാത്രം നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ, സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടുള്ളത് മാത്രം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ ഇതിൽ സംഭവം ഒന്ന് നോക്കുക. ഈ മോയ്സസിൻ്റെ ഐക്കൺ ഇതാണ്. ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇവിടെ നമുക്കിത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക, ട്വിറ്റർ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ID വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ലോഗിൻ ആയിക്കോളൂ. നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. നിങ്ങളെ ഫോണിൽ ഒന്നിലധികം അക്കൗണ്ടുകളുണ്ട്. ഏത് അക്കൗണ്ട് ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് ഇത് പോവുക. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഗ്യാലറിയിലുള്ള ഏത് പാട്ടാണോ അല്ലെങ്കിൽ ഏത് ഓഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടി, വോയിസും മ്യൂസിക്കും വേറെ വേറെ ആക്കേണ്ടി, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഗാലറി ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് URL എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വീഡിയോന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊടുത്തിട്ട് അതും എടുക്കട്ടോ. അങ്ങനെ ചെയ്യാം. ഗാലറി സെലക്ട് ചെയ്യുന്ന നേരം ഗാലറി പെർമിഷൻ കൊടുക്കണം, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, നമുക്ക് ഓഡിയോ ഒന്നും വീഡിയോ ഒന്നും കൊടുക്കട്ടോ, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നൊന്ന് സെലക്ട് ചെയ്യാന്നേ. സെലക്ട് ചെയ്താൽ ഇത് പ്രോസസ്സ് ആകുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ മേലത്തെ 2 ഓപ്ഷനാണ് നമുക്ക് ഉപയോഗിക്കാനാവും, ബാക്കിയൊക്കെ പെയ്ഡാണ്. നമുക്ക് ഈ 2 ഓപ്ഷൻ മതി. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളെ ഓഡിയോന്റെ അല്ലെങ്കിൽ വീഡിയോന്റെ ലെങ്ത്തിനനുസരിച്ച് ചെറിയൊരു ടൈം വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിങ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് വരിക. ഇവിടെ 4 സ്കെയിൽ കാണാം. ഒന്നാമത്തേത് വോക്കലാണ്, അതായത് വോയിസ്. ഈ ഓഡിയോയിലുള്ള വോയിസ് മാത്രം മതിയെങ്കിൽ ആ വോയിസ് മാത്രം ഫുള്ളാക്കിയിട്ട് ബാക്കിയൊക്കെ അങ്ങ് ഒഴിവാക്കി കളയുക. കംപ്ലീറ്റ് കുറച്ച് കളയുക ബാക്കി 3. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വോയിസ് വേണ്ട, അതിലുള്ള മ്യൂസിക് മാത്രം, കരോക്കെ മാത്രം എടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ വോക്കൽ മേലേത്തത് അങ്ങ് ഫുള്ള് കുറച്ച് കളയുക. താഴത്തെ തീർത്ത് 3 ഫുള്ളിലാക്കുക. ഇത് 3 ഫുള്ളിലാക്കിയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ഈ എക്സ്പോർട്ട് കൊടുക്കുന്ന നേരം ഇവിടെ സേവ് ടു ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ടു ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിൽ ഇത് സേവ് ആവും. വളരെ സിമ്പിളായിട്ട് ഒരു ഓഡിയോയിലുള്ള മ്യൂസിക് മാത്രം അല്ലെങ്കിൽ കരോക്കെ മാത്രമായിട്ട് നമുക്ക് നമ്മളെ ഫോൺ സേവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.